ഫോളോയിങ് ദ സ്റ്റാർ ഡേ 19. ലോകരക്ഷകൻ്റെ അമ്മയാകാനുള്ള വിളി. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 37 and 38. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു സാധാരണ കൗമാരക്കാരിയായ പെൺകുട്ടിയെ ദൈവം തിരഞ്ഞെടുക്കുകയും ആ വിവരം ഗബ്രിയേൽ ദൂതൻ മുഖേന അവളെ അറിയിക്കുകയും ചെയ്യുന്ന വേദഭാഗമാണ് ഇത്. മാനവരാശിയുടെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിൽ കന്യക മറിയാമിൻ്റെ സ്ഥാനം വളരെ പ്രസക്തമാണ്. ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ജീവിതമായ മറിയ വിധേയത്വത്തിൻ്റെയും വിനയത്തിൻ്റെയും എളിമയുടെയും പ്രതീകമാണ്. കൃപ ലഭിച്ചവളായിരുന്നു മറിയ. അനർഹമായ അനുഗ്രഹം എന്നതാണ് കൃപ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവപുത്രന് ജന്മം നൽകുവാൻ മറിയ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കൃപ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ മാനുഷിക ചിന്തകൾക്കും അപ്പുറമാണ്. ദൈവം തൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നു. തൻ്റെ എളിമയും താഴ്മയുമാണ് ദൈവം തന്നെ തിരഞ്ഞെടുക്കുവാൻ കാരണമെന്ന് മറിയ കരുതുന്നുണ്ടാകാം. കാരണം പിന്നീടുള്ള കന്യക മറിയാമിൻ്റെ പാട്ടിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, അവിടെ അത് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവാഹ നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഭർത്താവിനൊപ്പം ജീവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നത്? മറിയയ്ക്ക് ഒരുപാട് സന്ദേഹങ്ങളുണ്ടായിരുന്നു. അവളത് ദൂതനോട് ചോദിക്കുകയും ദൂതൻ മറുപടി നൽകുകയും ചെയ്തു. ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് ദൂതൻ പറഞ്ഞു കൊടുത്തു. അവൾക്ക് ഏറെ ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നതായിരുന്നു ആ വാക്കുകൾ. ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായി അർപ്പിക്കുകയാണ് മറിയ ഇവിടെ. ഇനി തൻ്റെ സ്വപ്നങ്ങളും കാഴ്ചകളും വഴികളുമെല്ലാം ദൈവഹിതമാണെന്ന് വിശ്വസിക്കുന്ന മറിയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന തിരിച്ചറിവ് അവൾക്കുണ്ടാകുന്നു. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്ത്രീകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത സമൂഹത്തിൽ നിന്നാണ് മറിയയെ തിരഞ്ഞെടുക്കുന്നത്. നസ്രേത്തിലെ പട്ടണത്തിലെ ആളുകളെ പരുക്കന്മാരും വിദ്യാഭ്യാസമില്ലാത്തവരും സംസ്കാരമില്ലാത്തവരും എന്ന തരത്തിലാണ് പുച്ഛത്തോടെ മറ്റുള്ളവർ കണ്ടിരുന്നത്. എന്നാൽ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിക്കായി മറിയയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നസ്രേത്തിൽ നിന്നുമായിരുന്നു. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മനുഷ്യർ തള്ളിക്കളയുന്നവരെ, കഴിവില്ല, ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നവരെ, ബലഹീനൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്നവരെയാണ് ദൈവം തൻ്റെ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നത്. മനുഷ്യൻ മാറ്റി നിർത്തിയാലും ചേർത്ത് പിടിക്കുന്നവനാണ് നമ്മുടെ ദൈവം. യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അകറ്റിയവരെ യോഗ്യതയുള്ളവനാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആയതിനാൽ താൽക്കാലിക ആവശ്യങ്ങൾക്കായി നമ്മെ സ്നേഹിക്കുന്ന മനുഷ്യരിലാകരുത് നമ്മുടെ ആശ്രയം. നമ്മുടെ ബലഹീനതയും കഴിവുകേടുകളും എല്ലാം ഉൾക്കൊണ്ട് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുകയും ചെയ്യുന്നവനാണ് ഈ ദൈവം. ഈ ദൈവത്തിലാണ് നമ്മൾ ആശ്രയം കണ്ടെത്തേണ്ടത്. അസാധ്യതകളെ സാധ്യമാക്കി തരുന്നവനാണ് ഈ ദൈവം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണിതെല്ലാം. രോഗങ്ങളുടെ മധ്യത്തിൽ ഡോക്ടർമാർ പറഞ്ഞിട്ടില്ലേ ഇത് അസാധ്യമെന്ന്? പ്രതികൂലമായ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ആ സാഹചര്യത്തെ നേരിടും, എങ്ങനെ അത് നേടിയെടുക്കുമെന്ന് ചിന്തിച്ച അവസരങ്ങളിൽ ഇത് നടക്കത്തില്ല, അസുഖം ഭേദമാവത്തില്ല എന്നൊക്കെ കേട്ടതായ സാഹചര്യങ്ങളുണ്ടായേക്കാം. എന്നാൽ മനുഷ്യനാണ് എല്ലാം അസാധ്യം. ദൈവത്തിന് എല്ലാം സാധ്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതനുഭവത്തിൻ്റെയും ആവശ്യങ്ങളുടെയും മധ്യത്തിൽ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചാൽ ഏത് പ്രതികൂലത്തിനും ഏത് രോഗത്തിനും വിടുതൽ തരുന്നവനാണ്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനാണ്, വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ് നമ്മുടെ ദൈവം. അവൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് സാധിക്കണം. അവൻ്റെ സന്നിധിയിൽ മാത്രമേ സമാധാനവും രക്ഷയുമുള്ളൂ. ലോകരക്ഷകൻ്റെ അമ്മയാകുക എന്നത് നിസ്സാരമായ തെരഞ്ഞെടുപ്പല്ല. ലോകം അസാധ്യമെന്ന് കരുതിയ ഇടങ്ങളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്താൽ എല്ലാം സാധ്യമാണ്. ദൈവകൃപയോടെ അസാധ്യമായ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ അവ സാധ്യമാക്കി തീർത്തു തരുന്നു. പ്രായമായ സ്ത്രീ ഗർഭിണിയാകുന്നു. പുരുഷനെ അറിയാത്ത സ്ത്രീ ഗർഭം ധരിക്കുന്നു.
ഇത് സാധാരണ മാനുഷിക ചിന്തകൾക്കും അപ്പുറമാണ്. എന്നാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുകയും അതിനായി സമർപ്പിക്കുകയും ചെയ്തതിലൂടെ എലിസബത്തിനും മറിയയ്ക്കും അസാധ്യമായതിനെ സാധ്യമാക്കി കൊടുക്കുന്നു. ഈ ആഗമന കാലത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ വിധേയപ്പെടുകയും ദൈവിക ഉദ്ദേശത്തിനെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. മറിയയ്ക്ക് ലോകരക്ഷകൻ്റെ അമ്മയാകുവാനുള്ള വിളി ലഭിച്ചെങ്കിൽ, കർത്താവെ, ഞങ്ങൾക്കും ദൈവത്തെ അറിഞ്ഞ് ദൈവിക ഉദ്ദേശത്തിന് വിധേയപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.